സഹോദരന്മാരെ, ഇത് നിങ്ങൾ കണ്ടല്ലോ. ഇന്നലെ ഉച്ച കഴിഞ്ഞ മുതൽ കേരളത്തിന്റെ തെരുവുകളിൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബഹുവന്യരാണ് എന്ന് അവര് പറയുന്ന പ്രസിഡന്റിന്റെ കോലം ഉണ്ടാക്കിയിട്ട്, കോലം കെട്ടിയിട്ട്, കോലം കത്തിച്ചിട്ട് തെരുവുകളിൽ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് കേരളത്തിലെ തെരുവുകളിൽ നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ കാരണം ഇതാരാന്ന് തുടങ്ങി വെച്ചത്? അവരെങ്ങനെ ഇതിലേക്ക് എത്തിച്ചത് ആരാന്ന്? SNDPയുടെയും NSSന്റെയും പ്രവർത്തകന്മാരാ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആയിരിക്കാന്ന്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ? LDFന്റെ സ്ഥാനാർത്ഥിയായി KT ജലീൽ പരാജയപ്പെട്ടപ്പോ മലപ്പുറത്തിന്റെ തെരുവുകളിൽ, മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ KT ജലീലിന്റെ മയ്യത്തുണ്ടാക്കിയിട്ട് നടുറോഡുമിലൂട്ടെ അതിമോശമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചിട്ട് ആഹ്ലാദ പ്രകടനം നടത്തി. ആ സമയത്ത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർ എന്തെങ്കിലും ചെയ്താ? തിരിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെയും പ്രസിഡന്റുമാരുടെയും കോലുണ്ടാക്കാൻ അവർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണോ? അവരൊന്നും ചെയ്തിട്ടില്ല. അവർ കരുതി ഇവരങ്ങനെ ചെയ്തിട്ട് പോയിക്കോട്ടെ, ഇവർക്ക് വിവരമില്ലാത്ത ടീമാണ്. പണ്ട് TK ഹംസാക്ക പറഞ്ഞ പോലെ അതാ കൗമുൻ ജാഹിലൂൻ, ഈ ജാഹിലിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് പോയിക്കോട്ടെ എന്നാണ് ഉണ്ടാണ്ടെന്ന്. അത് മാത്രമാണോ? KT ജലീലിന്റെ പൊരന്റെ മുമ്പിൽ ഒരു ആട്ടിനെ അറുത്തിട്ട് ആട്ടിന്റെ തലയോടുത്തിട്ട് നിർത്താടി. അത് കണ്ടു നിന്ന് LDFന്റെ പ്രവർത്തകന്മാർ അല്ലെങ്കിൽ KT ജലീലിനെ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഇത് ചെയ്താ? ആരും ചെയ്തിട്ടില്ല. അവരും കരുതി എന്ന് ഇവർ ഹാദാ കൗമുൻ ജാഹിലൂനിൽ പെട്ടവരാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, മിണ്ടണ്ട, അവരായി ചെയ്തിട്ട് അങ്ങ് പോയിക്കോട്ടെ എന്ന് കരുതി. ഇതേപോലെ തന്നെ നിങ്ങൾ ഓർമ്മിച്ചോക്കിയ മുൻകാലങ്ങളിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ ബഹുവന്യരായ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് എന്ന് പറയുന്ന ആ മഹാമനുഷ്യന്റെ കോലം ഉണ്ടാക്കി, കോലം കത്തിച്ച് അതിമോശമായ രീതിയിൽ പ്രകടനങ്ങൾ നടത്തി, ആഹ്ലാദ പ്രകടനം നടത്തി നമ്മൾ കണ്ടിട്ടില്ലേ? മലപ്പുറത്തിന്റെ മണ്ണിൽ ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന സാത്വികനായ മനുഷ്യന്റെ കോലം ഉണ്ടാക്കി കത്തിച്ചിട്ടില്ലേ? അന്നേരം അവരെന്തെങ്കിലും പ്രതികരിച്ച? അവർ പ്രതികരിക്കാൻ വേണ്ടി പോയില്ല. കാരണം അവരെന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അവർ മുസ്ലിമീങ്ങളായിരുന്നു. കാന്തപുരം വിഭാഗത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ അവർക്ക് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കോലം ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടാണോ? അതൊന്നല്ലോ. അവർ കരുതിയെന്ന നമ്മൾ മുസ്ലിങ്ങളാണ്, അവരെ പോലെ എന്ത് കയറി ഹാദാ കൗമുൻ ജാഹിലീൻ എന്ന് നമ്മളായിപ്പോറ്. കാരണം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും ഇടുന്നേ സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുത്ത് പോകുന്ന ടീമാ. നമുക്കെന്ത് ചെയ്യാ? ഇവർ പാഞ്ഞും പോയി സ്വർഗത്തിലേക്ക് കയറാൻ നോക്കുമ്പോൾ ആടുന്ന് പിടിക്കാം, മഹേശ്വര ഇതിനുള്ള മറുപടികൾ കൊടുക്കുക എന്ന് വിചാരിച്ച അവർ വന്ന് ഇതേപോലെ SNDPയുടെയും NSSന്റെയും പ്രവർത്തകന്മാർ നിൽക്കൂലാലോ. അവരെ നേതാക്കന്മാരെ അപമാനിച്ചു കഴിഞ്ഞാൽ അവർ നിൽക്കൂലാലോ. ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വടി കൊടുത്ത അടി വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന നിങ്ങൾ വടി കൊടുക്കൂ, അടി കിട്ടുമ്പോൾ നിങ്ങൾ നിലവിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നിങ്ങളായത് തുടങ്ങി വെക്കുന്നു. നിങ്ങൾ 2 ദിവസം മുമ്പ് G സുകുമാരൻ നായരെയും അതേപോലെ വെള്ളാവള്ളി നടേശനെയും അതിമോശമായ രീതിയിൽ തെരുവിലിട്ട് കൈകാര്യം ചെയ്ത് അതിനുള്ള പ്രതികാരം അവർ ചെയ്ത് അവർ പിന്നെ സ്വർഗത്തിലേക്ക് വെക്കുക അല്ലെങ്കിൽ മൈശരയിലേക്ക് വെക്കുക എന്നുള്ള കാഴ്ചപ്പാടൊന്നുമില്ല. അന്നൊക്കെ തന്നെ നിങ്ങൾ ചുണ്ടൊക്കെ കൊടുത്ത് അവർ വേനിങ്ങാന്ന്. ഇതാണിപ്പോ നടന്നുകൊണ്ടേയിരിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആവേശമെല്ലാം നല്ലതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ? നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് അതിമോശമായിട്ട് ചെയ്യുമുണ്ടല്ല, നിങ്ങൾക്കെതിരെ നിങ്ങളെ നേതാക്കന്മാരെ ഇതേപോലെ നിങ്ങൾ പറയുന്നില്ലേ മഹത്തരമാറിയ നേതാക്കന്മാരെന്ന് പണ്ട് മമ്മൂട്ടിന്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ദാദാ സാഹിബ് എന്ന് പറയുന്ന ഒരു സിനിമ പറയുന്നുണ്ട്. മുന്തിയ പോലീസ് ഓഫീസറായിരുന്നു, കടന്നാടുന്ന ആട്ടം കണ്ടാന്ന് പറയുന്നില്ലേ? അതേപോലത്തെ അവസ്ഥയിലല്ലേ ഇപ്പൊ ഉള്ളത്. മുന്തിയ പോലീസ് ഓഫീസറാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? തെരുവിൽ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുകയല്ലേ? ഇതിന് കളമരിക്കുന്നത് നിങ്ങളല്ലേ, നിങ്ങളെ പ്രവർത്തനല്ലേ? ഇനിയും തന്നെ ഇങ്ങനെയുള്ള മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ കോലം കെട്ടിയിട്ട് അവരെ അപമാനിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങൾക്കും നേതാക്കന്മാരുണ്ട്, ഇത് അവർക്കും ചെയ്യാൻ അറിയാ എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണോ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇതിനൊരു പരിഹാരം കണ്ടേ? അവർ മിണ്ടാണ്ടിരിക്കുന്നുണ്ടല്ലേ? അവരിതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? KT ജലീലിന്റെ കോല ഉണ്ടാക്കി കത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞ മക്കളെ ഇത് പാടില്ല, ഇത് നമ്മളെ സംസ്കാരമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിനാ? ആരും ഉണ്ടായിട്ടില്ലല്ലോ. അതേപോലെ കാന്തപുരത്തിന്റെയും ഖലീൽ തങ്ങളുടെയും കോല ഉണ്ടാക്കി കത്തിക്കുന്ന സമയത്ത് നിങ്ങളെ കൂട്ടത്തിലും ഇല്ലേ പണ്ഡിതന്മാർ എന്ന് പറയുന്ന പണ്ഡിത വേഷധാരികളില്ലേ? നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും ഈ പ്രവർത്തകന്മാരോട് പറഞ്ഞു കൊടുത്താ അത് പാടില്ല, അത് നമ്മളെ സംസ്കാരം അല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു കുട്ടിന്റെ നാവ് പൊന്തിയിട്ടില്ലല്ലോ. ഇപ്പോ നിങ്ങളെ നേതാവ്, നിങ്ങൾ മുന്തിയതാണ് എന്ന് പറയുന്ന നേതാവിന്റെ കോലം തന്നെ നടു റോഡിലിട്ടിട്ട് ഇങ്ങനെ അപമാനിക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ നമ്മളെ പോലത്തെ ആക്കും വിഷമമുണ്ട്. കാരണം എന്നാ, അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടി ഒരു തങ്ങൾ എന്നുണ്ട്, ഇവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിലും ഉണ്ട് എന്ന് തങ്ങള് എന്നുള്ള പേരുണ്ട്. ആ തങ്ങൾക്ക് ബഹുമാനം കൊടുക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ബോധം നിങ്ങൾക്ക് ഇല്ലാണ്ടായിപ്പോയി. ഇലക്ഷന്റെ സമയങ്ങളിൽ കാസർഗോഡ് ഒരു ശശികല താത്ത അന്ന് വന്നിട്ട് പറയുന്നിട്ടില്ലേ, നമ്മളെല്ലാം ചേർന്ന് നിൽക്കേണ്ടവരാണ് എന്നല്ലൊക്കെ പറയുന്നിട്ടില്ലേ? എന്നാൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ആ താത്താനെ പോലെയുള്ള ഒരു കുട്ടിയും ഇല്ലാലോ. മറ്റുള്ളവരെ ഇങ്ങനെ അപമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ളവരുണ്ടാവും നമ്മളെ അപമാനിക്കാൻ. അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ കൂട്ടത്തിൽ ഇല്ലാതെയായിപ്പോയല്ലോ. നിങ്ങൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചില്ലേ? നിങ്ങളിപ്പോ നിങ്ങളെ നേതാക്കന്മാരുടെ കോല ഉണ്ടാക്കി തെരുവുകളിൽ ഇങ്ങനെ കത്തിക്കുമ്പോഴോ നിങ്ങൾ ഇതും കൂടി ആസ്വദിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക തന്നെ ചെയ്യണം. ഇതല്ലോ ഇത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ പ്രവർത്തകന്മാരാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ നിൽക്കുക. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ മറ്റുള്ളവരുടെ വ്യക്തിഹത്യ നടത്തുമ്പോൾ ഓർമ്മിക്കുക, നമ്മളെ നേതാക്കന്മാരും വ്യക്തിഹത്യ നടത്താൻ ഒരു ആൾക്കാരുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഇതിന്റെ പേരിൽ അന്ന വന്നിട്ട് ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല.